പുതിയ അറിവുകളും സാങ്കേതിക വിദ്യകളും മനസ്സിലാക്കുവാനും പ്രയോഗിച്ചു നോക്കുവാനുമുള്ള സന്നദ്ധത വിജയൻപിള്ള എന്ന കർഷകനെ വ്യത്യസ്തനാക്കുന്നു. ആകെയുള്ള 5 ഏക്കറിൽ 3 ഏക്കറോളം സ്ഥലത്ത് പച്ചക്കറി കൃഷിയാണ്. രാസ കീടനാശിനികൾ ഉപയോഗിക്കാതെയാണ് ഇവിടുത്തെ കൃഷി. കീടനിയന്ത്രണത്തിന് വെളുത്തുള്ളി വേപ്പെണ്ണ സോപ്പ് മിശ്രിതം സ്പ്രേ ചെയ്യുകയും ഫെറോമോൺ കെണി, ചിരട്ടക്കെണി എന്നിവ ഉപയോഗിക്കുകയും ചെയ്യുന്നു. രാസവളങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള അളവിൽ മാത്രം പച്ചക്കറി കൃഷിക്കായി ഉപയോഗിക്കുന്നുണ്ട്. ജൈവവളങ്ങളോടൊപ്പം മണ്ണിൻ്റെ സന്തുലനം നഷ്ടപ്പെടുത്താത്ത രീതിയിലാണ് ഫെർട്ടിഗേഷൻ രീതി വഴി രാസവളങ്ങൾ പ്രയോഗിക്കുന്നത്. കൃത്യത കൃഷിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണിത്. ഫെർട്ടിഗേഷൻ യൂണിറ്റ് എന്ന് പറയും. ഇതിൽ കൂടി കൃത്യമായിട്ട് അളവിൽ വെള്ളവും എല്ലാ ചെടികളിലും ട്രിപ്പ് ഇറിഗേഷനായിട്ട് എത്തും. ആദ്യമായിട്ട് അത് വെള്ളം കുറച്ച് നേരം ഒരു അരമണിക്കൂർ കയറ്റി വിട്ടിട്ട് വളം കലക്കി അതിനകത്ത് ഈ ചെറിയ ട്യൂബ് എടുത്തിട്ട് കഴിഞ്ഞാൽ വളവും കൂടെ ഇതിനകത്ത് കയറി പകുക്കുള്ളൂ. അത് 1000 ചെടിക്ക് ട്രിപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ 1000 ചെടിക്ക് ഒരേ അളവിൽ വെള്ളവും ലഭിക്കും. ഫെർട്ടിഗേഷൻ യൂണിറ്റ് ഉണ്ട്. പിന്നെ ജൈവവളമാണ് അധികം ഉപയോഗിക്കുന്നത്. പിന്നെ ജൈവ കീടനാശിനിയാണ് അധികം ഉപയോഗിക്കുന്നത്. അപ്പം ജൈവ കീടനാശിനിയിൽ ഫെർമോൺ കെണി, ചിരട്ടക്കെണി, മഞ്ഞക്കെണി ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. വാഴകൾ പലയിനം കൃഷി ചെയ്യുന്നുണ്ട്. ഞാലിപ്പൂവൻ, നേന്ത്രൻ, കദളി, പിന്നെ 46 കിലോ വരെ ഒരു കുലഭാരം വരുന്ന ഗ്രാൻഡ് നയൻ എന്ന ഇനം വാഴയും. ഒൻപത് മാസം കൊണ്ട് പൂർണ്ണ വളർച്ചയെത്തുന്ന ക്വിൻ്റൽ കപ്പയ്ക്കും ഈ മണ്ണ് യോജിച്ചത് തന്നെ. ഇഞ്ചിയും മഞ്ഞളും കൃഷി ചെയ്യുന്നതിനും കുറെ സ്ഥലം മാറ്റിവെച്ചിരിക്കുന്നു. രാസവളത്തിൻ്റെയും രാസകീടനാശിനികളുടെയും ദംശനങ്ങളിൽ നിന്ന് പരിരക്ഷ നൽകി ജൈവവളങ്ങളും ജൈവാണുപോഷണങ്ങളും നൽകിയാണ് ഈ സുഗന്ധവിളകളുടെ കൃഷി. കാർഷിക വിജ്ഞാന കേന്ദ്രം കൊട്ടാരക്കര സദാനന്ദപുരത്തുള്ള അവിടുന്ന് നൈട്രജനും പിന്നെ പൊട്ടാഷ്യം ഫിക്സ് ചെയ്യുന്ന ഫംഗസിനെ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടിരിക്കുകയാണ്.
അതിൻ്റെ മെച്ചമെന്ന് പറഞ്ഞാൽ നമുക്ക് രാസവളങ്ങൾ വേണ്ട. ഭൂമിയിലുള്ള നമ്മൾ ജൈവവളം ഇട്ട് കൊടുക്കുമ്പോൾ അതിനകത്തുനിന്ന് നൈട്രജനും പൊട്ടാഷ് ഒക്കെ കൺവേർട്ട് ചെയ്ത് ചെടിക്ക് എളുപ്പം കിട്ടത്തക്ക രീതിയിൽ അത് കൺവേർട്ട് ചെയ്ത് കൊടുക്കും. പന്നിയൂർ വൺ ഇനത്തിൽപ്പെട്ട കുരുമുളക് കൊടികൾ പലയിടത്തായി പടർത്തിയിരിക്കുന്നു. മണ്ണിന്റെ വളക്കൂറിനും ഫലപുഷ്ടിക്കുമുള്ള സാക്ഷ്യപത്രങ്ങളാണ് വിജയൻ പിള്ളയുടെ വളപ്പിലെ ഹരിത സമൃദ്ധി. VFPCKയുടെ പദ്ധതി പ്രകാരം കരിവേപ്പ്, മുരിങ്ങ എന്നീ സസ്യങ്ങളുടെ തൈകൾ ഉൽപ്പാദിപ്പിച്ച് നൽകുന്നതിനായി ഒരു ഗ്രീൻ ഹൗസ് ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ സീസണിലും തൈകൾ ഉൽപ്പാദിപ്പിച്ച് VFPCKയ്ക്കും കൃഷിഭവനം നൽകിയിരുന്നു. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി പ്രകാരം അദ്ദേഹത്തിന് മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണ യൂണിറ്റ് അദ്ദേഹം ആ പദ്ധതിയുടെ കീഴിൽ ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ ഹിൽ ഏരിയ ഡെവലപ്മെൻറ്റ് ഏജൻസിയുടെ പദ്ധതിയുടെ ഭാഗമായി നാട്ടുകാർക്ക് ഇവിടുത്തെ വിവിധ പഞ്ചായത്തുകളിൽ ലഭ്യമാക്കുന്നതിന് വേണ്ട പച്ചക്കറി തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രൂപ്പിൻ്റെ ലീഡർഷിപ്പ് അദ്ദേഹത്തിനാണ് ഇപ്പോൾ ഞങ്ങൾ നൽകിയിരിക്കുന്നത്. ഇതും കൂടാതെ കഴിഞ്ഞ വർഷങ്ങളിൽ കൂൾ സീസൺ വെജിറ്റബിൾസ്, ക്യാബേജ്, കോളിഫ്ലവർ മുതലായവയുടെ വിത്ത് വാങ്ങിക്കൊണ്ടുവന്ന് സ്വന്തം കൃഷിയിടത്തിൽ തൈകൾ ഉൽപ്പാദിപ്പിച്ച് മറ്റ് കർഷകർക്ക് കൊടുക്കുന്നതിനുള്ള നേതൃത്വവും ശ്രീ വിജയൻ പിള്ള വഹിച്ചിട്ടുണ്ട്. കുറേയേറെ കൗതുക സസ്യങ്ങളും വീട്ടുവളപ്പിൽ നമുക്ക് കാണാം. മുറ്റത്തിൻ്റെ ഒരു കോണിൽ കാരറ്റ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നു. മറ്റൊരിടത്ത് ഉള്ളിക്കൃഷി നടക്കുന്നു. കഴിഞ്ഞ സീസണിൽ വിജയം കണ്ടതിൻ്റെ ബലത്തിലാണ് വീണ്ടും ഉള്ളിക്കൃഷി ഇറക്കിയിരിക്കുന്നത്. ഗ്രോ ബാഗുകളിൽ ചുവന്ന ചീര തഴച്ചു നിൽക്കുന്നു. ചെറിയ ഇലകളോടുകൂടിയ മണിച്ചീരയുമുണ്ട് ഇവിടുത്തെ സസ്യശേഖരത്തിൽ. കുറച്ച് റെയറായിട്ടുള്ള കളക്ഷൻസും ഞാൻ ഇവിടെ നട്ട് വളർത്തിയിട്ടുണ്ട്. ഇത് സാമ്പാർ പരിപ്പിൻ്റെ ചെടിയാണ്. ഇത് പൂത്ത് തുടങ്ങിയില്ല. അത് തന്നെ ആ കാണുന്നത് പിന്നെ മണിച്ചീര എന്ന് പറയും. അത് തോരൻ വച്ചാൽ നല്ല ഭയങ്കര ടേസ്റ്റാണ്. നമ്മുടെ കൃഷി കാണാൻ വന്ന പലർക്കും ഞാൻ സാമ്പിൾ കൊടുത്തിട്ട് ഉടനെ തന്നെ അവർ തോരൻ വെച്ചിട്ട് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നല്ല ടേസ്റ്റാണ്. അത് ഞാൻ നട്ട് വളർത്തിക്കൊണ്ട് വരുന്നതേ ഉള്ളൂ. ഉള്ളി, സവാള, ബീറ്റ്റൂട്ട്, ക്യാരറ്റ് എല്ലാം ഞാൻ കഴിഞ്ഞ കൃഷി ചെയ്തിട്ടുണ്ട്. ഇപ്പോഴ് കുറച്ച് ഉള്ളി ഞാൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കൃഷിക്ക് നല്ല 10-50 കിലോ സവാളയും ഉള്ളിയും കിട്ടിയിട്ടുണ്ട്. മഴമറക്കൂടാരത്തിൽ സന്ദർശകരെ കാത്തിരിക്കുന്നത് കായ് ചൂടി നിൽക്കുന്ന മുന്തിരിവള്ളിയാണ്. ഇവിടെ തന്നെ വെള്ളക്കാന്താരി മുളകും തക്കാളിയുമൊക്കെ നല്ലവണ്ണം വളർന്നു നിൽക്കുന്നു. ഇവയ്ക്കൊപ്പം ഒരു കോണിൽ കോവൽ കൃഷിയും നടക്കുന്നു. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിൽ വികസിപ്പിച്ചെടുത്ത ശ്രീരശ്മി ഇനത്തിലുള്ള ചേമ്പാണ് ഇത്. ചെറുവലിപ്പത്തിലുള്ള ഇതിൻ്റെ കിഴങ്ങുകൾ ധാരാളമായി ഉണ്ടാകും. നല്ല രുചിയുമാണ്. ചേന, കാച്ചിൽ എന്നീ കിഴങ്ങിനങ്ങൾക്കും ഇവിടെ ഇടമൊരുക്കിയിട്ടുണ്ട്. ഇത് 6 മാസം കൊണ്ട് പിഴാവുന്ന കാച്ചിലാണ്. പുതിയ വെറൈറ്റിയാണ്. ഇപ്പം നട്ടിട്ട് ഇപ്പോൾ ഒരു 1.5 മാസമായതേ ഉള്ളൂ. 6 മാസം കൊണ്ട് നല്ല വിളവ് കിട്ടുന്ന പുതിയ ഇനം കാച്ചിലാണ്.
സ്വന്തം കൃഷിയിടത്തിൽ പരീക്ഷിച്ചറിഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നതിലും തൽപരനാണ്. കാർഷിക രംഗത്ത് ഈ പുരോഗമന കർഷകൻ കൈവരിച്ച നേട്ടങ്ങൾ നേരിൽ കണ്ട് വിലയിരുത്തുവാനായി സംസ്ഥാന സർക്കാർ കൃഷി വകുപ്പിന്റെ അവാർഡ് നിർണയ കമ്മിറ്റി കഴിഞ്ഞ ദിവസം ഇവിടം സന്ദർശിച്ചു. സഹധർമ്മിണിയുടെ പിന്തുണ എന്നും വിജയൻ പിള്ളയ്ക്ക് തന്റെ കൃഷിപ്പണികളിൽ ഊർജവും പ്രചോദനവുമാണ്. ബാല്യത്തിന്റെ പ്രസരിപ്പോടെ കാർഷിക ലോകത്തിന്റെ കൗതുകങ്ങളിലേക്ക് ഭാഗ്നേയപുത്രി കൃഷ്ണേന്ദുവും ഓടിയെത്താറുണ്ട്. മണ്ണിന്റെ ജൈവാംശം നിലനിർത്തിക്കൊണ്ട് ഓജസ്സും പുഷ്ടിയും വർദ്ധിപ്പിക്കുക എന്നതാണ് ഇവിടെ നടപ്പാക്കിയിരിക്കുന്ന അടിസ്ഥാന തത്വം. ചെടിയുടെ വേരോട്ടത്തിനും സ്വാഭാവിക വളർച്ചയ്ക്കും ഫലോൽപാദനത്തിനുമെല്ലാം ഏറ്റവും യോജിച്ച വാതാവരണം ഒരുക്കുക എന്ന കാർഷിക ദൗത്യം വിജയൻ പിള്ള വിജയകരമായി നിർവഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാം. മണ്ണ് ഒരിക്കലും മനുഷ്യനെ ചതിക്കില്ല. കാരണം മണ്ണിൽ വേണ്ട വിധത്തിൽ നല്ല രീതിയിൽ കൃഷി ചെയ്താൽ അതിൻ്റെ ഫലം മണ്ണ് തരും. അത് തീർച്ചയാണ്. എൻ്റെ അനുഭവത്തിൽ കൃഷി ഒരിക്കലും ഒരു നഷ്ടം ആവുന്ന പരിപാടിയല്ല. നമ്മൾ എത്ര ധനം കൈവച്ചിരുന്നാലും എത്ര സ്വർണം കരുതിയിരുന്നാലും ഏതെങ്കിലും ഒരു കർഷകൻ മണ്ണിൽ വിയർപ്പൊഴുക്കെങ്കിൽ മാത്രമേ അതിന് പ്രയോജനങ്ങളുണ്ടാവും. നമുക്ക് കമ്പ്യൂട്ടറില്ലാതെ ജീവിക്കാം, കാറില്ലാതെ ജീവിക്കാം, പക്ഷേ ഒരു 3 ദിവസത്തിൽ കൂടുതൽ ഭക്ഷണമില്ലാതെ ജീവിക്കാനൊക്കത്തില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വിലമതിക്കേണ്ടത് കർഷകനെയാണ്. നമ്മൾ കർഷകനെ നിലനിർത്തി എങ്കിൽ മാത്രമേ നമുക്ക് ഭാവി സുരക്ഷിതമാക്കാനൊക്കുകയുള്ളൂ. വിഷം തിന്നാത്ത നല്ല ഭക്ഷണം നമ്മുടെ കുട്ടികൾക്കും കുഞ്ഞുങ്ങൾക്കുമൊക്കെ കൊടുക്കണമെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഒക്കുന്നിടത്തോളം കൃഷി ചെയ്ത് നമ്മളുടെ കഴിയണം. ವಾಳುಗೆ ನಿನ್ನೆ ನಿನ್ನೆ ನಾನು ಬಂದು ಸೇರೋನು ಇಕ್ಕೇರೆಕ್ಕೆ ಲಾಲೆ 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 ಅಕ್ಕರೆ ಬೆಕ್ಕ ಪಚ್ಚೆ ಕಿಳಿಯೇ ಉಸುರು ಬೆತ್ತಾಳ ಹಂಸಮಾನ ಕರಿಯತ್ತೆ ನೆನೆದು ಬೆತ್ತಾಳ ನೆನೆತು ಬಾಡುಗೆ
வந்து சேரணும் இக்கேரைக்கே. லாலே 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 லாலே. நேர வந்த நேரத்தே ஓடி வருவாளா, பாட்டு பாடின நேரத்தே நேவக வேப்பாளா. நேர வந்த நேரத்தே ஓடி வருவாளா, பாட்டு பாடின நேரத்தே நேவக வேப்பாளா. லாலே 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 லாலே. அக்கறை இருக்கா பச்சை கிளியே உசுறு வெத்தாளா, அம்சமான காரியத்தே நினைவு வெத்தாளா. நினைத்து வாழுகே நின்னே நின்னே நானு வந்து சேரணும் இக்கேரைக்கே. நினைத்து வாழுகே நின்னே நின்னே நானு வந்து சேரணும் இக்கேரைக்கே. லாலே 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 லாலே. பாச பறந்த சேதினே பார்த்திருந்தாளா, மாச பறந்த சேதினே பார்த்திருந்தாளா. சாமி சொன்ன நாயத்தே கேட்டிருந்தாளா, மாசம் பறந்த சேதினே பார்த்திருந்தாளா. சாமி சொன்ன நாயத்தே கேட்டிருந்தாளா. லாலே 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 லாலே. அக்கறை இருக்கா பச்சை கிளியே உசுறு வெத்தாளா, அம்சமான காரியத்தே நினைவு வெத்தாளா. நினைத்து வாழுகே நின்னே நின்னே நானு வந்து சேரணும் இக்கேரைக்கே. நினைத்து வாழுகே நின்னே நின்னே நானு வந்து சேரணும் இக்கேரைக்கே. லாலே 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 லாலே. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ശുദ്ധജല മത്സ്യകൃഷിക്ക് കുളമൊരുക്കാൻ ധനസഹായം, റബ്ബർ കപ്പ് തയ്യാറാക്കൽ, കുറ്റിത്തൈകൾ നടീൽ എന്നീ വിഷയങ്ങളിൽ പരിശീലനം. വിശദമായ കാർഷിക വാർത്തകളിലേക്ക്. ശുദ്ധജല മത്സ്യകൃഷിക്കായി കുളമൊരുക്കുന്നതിന് ധനസഹായം ലഭിക്കാൻ സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടാം. നിലവിലുള്ള കുളങ്ങൾ ചെളികോരി വൃത്തിയാക്കാനും ബണ്ടൊരുക്കി മത്സ്യകൃഷിക്ക് പാകമാക്കാനുമാണ് ധനസഹായം. പാഴായി കിടക്കുന്ന കുളങ്ങളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കും സർക്കാർ, പൊതുമേഖലാ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ജലാശയങ്ങളുടെ പുനരുദ്ധാരണത്തിനും സഹായം ലഭിക്കും. വ്യക്തികൾക്കും മത്സ്യ കർഷക ക്ലബ്ബുകൾക്കും ഇതിനായി അപേക്ഷിക്കാം. ഹെക്ടറിന് 12,000 രൂപ വരെ ആനുകൂല്യം ലഭിക്കും. ഗ്രൂപ്പുകൾക്ക് 15 ഹെക്ടർ വരെയും വ്യക്തികൾക്ക് 5 ഹെക്ടർ വരെയുള്ള കൃഷിക്കാണ് ധനസഹായം നൽകുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് അതാത് ജില്ലകളിൽ പ്രവർത്തിക്കുന്ന ശുദ്ധജല മത്സ്യകൃഷി വികസന ഏജൻസിയുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട ഫോൺ നമ്പർ 0471 230 8295.
തിരുവനന്തപുരം മിത്രനികേതൻ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ നാളെ മട്ടുപ്പാവിലെ പച്ചക്കറി കൃഷിക്കുള്ള കണിക ജലസേചന രീതിയെക്കുറിച്ചും 9-ാം തീയതി പാരമ്പര്യ മൃഗ ചികിത്സാ രീതിയെക്കുറിച്ചും പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിലെ താൽപ്പര്യമുള്ളവർ മിത്രനികേതൻ KVKയുമായി ബന്ധപ്പെടുക. കൂടുതൽ വിവരങ്ങൾക്ക് 0471 288 2086 എന്ന നമ്പറിൽ വിളിക്കുക. തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രവും കേരള കാർഷിക സർവകലാശാലയും സംയുക്തമായി കൃത്യത കൃഷി, ഹൈടെക് കൃഷി എന്നീ വിഷയങ്ങളിൽ കാർഷിക മുഖാമുഖം ആഗസ്റ്റ് 5-ന് തൃശൂരിൽ സംഘടിപ്പിച്ചു. ഒരു റിപ്പോർട്ട്. തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രവും കേരള കാർഷിക സർവകലാശാലയും സംയുക്തമായി തൃശൂരിൽ കാർഷിക മുഖാമുഖം സംഘടിപ്പിച്ചു. കേരള കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ P. രാജേന്ദ്രൻ മുഖാമുഖം ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രം ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ശ്രീ T. ചാമ്യാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് കൃത്യത കൃഷിയും ഹൈടെക് കൃഷിയും കാർഷിക യന്ത്രവൽക്കരണവും കാർഷിക കർമ്മസേനകളും എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള കാർഷിക മുഖാമുഖം നടന്നു. ഒരുപാട് കർഷകർക്ക് നമ്മുടെ കേരളത്തിൻ്റെ പച്ചക്കറി ക്ഷാമം ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ ഓപ്പൺ പ്രിസിഷനാണ് പറ്റുന്നത്. ഇതൊക്കെ തന്നെ യൂണിവേഴ്സിറ്റിയിൽ ലഭ്യമാണ്, പക്ഷെ മുൻകൂട്ടി അറിയിക്കണം. ഞങ്ങൾക്ക് വിപണന കാര്യത്തിലൊന്നും ഒരു ബുദ്ധിമുട്ട് ഇതുവരെ വന്നിട്ടില്ല. നല്ല ചൂട് കാലത്ത് വാഴയുടെ വേരുകൾക്ക് ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പൊ അതിനെന്താണ് ചെയ്യാറ്? ടെസ്റ്റിംഗ് നടക്കുകയാണെങ്കിൽ മിക്കവാറും നമുക്ക് സെപ്റ്റംബർ മാസങ്ങളിൽ കുമ്മായം വിതറാനായിട്ടുള്ള ഒരു യന്ത്രം കോൾനിലങ്ങൾക്കായി ഞങ്ങൾ സമർപ്പിക്കുന്നതാണ്. നമ്മൾ വിത്തിട്ട് കഴിഞ്ഞാൽ വിത്തിടുന്നതിനേക്കാൾ മുമ്പ് തന്നെ നമുക്ക് പാടം പരിശോധിക്കാൻ വേണ്ടി കഴിയണം. ഈ വരുന്ന തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 5:30-നുള്ള കൃഷി ദർശനിൽ കാർഷിക മുഖാമുഖം സംപ്രേഷണം ചെയ്യുന്നു. മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറി ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആഗസ്റ്റ് 11 മുതൽ 13 വരെ ഇറച്ചിക്കോഴി വളർത്തലിൽ സൗജന്യ പരിശീലനം നൽകുന്നു. പരിശീലനാർത്ഥികൾ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യണം. വിളിക്കേണ്ട ഫോൺ നമ്പർ 0479 245 7778. റബ്ബർ കപ്പ് തൈ ഉൽപാദനം, മാധ്യമം തയ്യാറാക്കൽ, കപ്പ് തയ്യാറാക്കൽ, കുറ്റിത്തൈ നടീൽ, പരിപാലനം എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഏകദിന പരിശീലന പരിപാടി ആഗസ്റ്റ് 12-ന് കോട്ടയത്തെ റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തുന്നു. പരിശീലന ഫീസ് 400 രൂപയാണ്. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ 50% ഫീസ് ഇളവ് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 0481 235 3325. മറ്റൊരു നമ്പർ 0481 235 3327. തിരുവനന്തപുരം പള്ളിച്ചൽ കൃഷിഭവനിൽ വിവിധ ഇനം നടീൽ വസ്തുക്കൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ആവശ്യമുള്ളവർ കൃഷിഭവനുമായി ബന്ധപ്പെടണമെന്ന് പള്ളിച്ചൽ കൃഷി ഓഫീസർ അറിയിച്ചു. കൊല്ലം വടക്കേവിള കൃഷിഭവനുകൾ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ തൊണ്ട് നീക്കം ചെയ്ത പച്ചത്തേങ്ങ കിലോഗ്രാമിന് 29 രൂപ നിരക്കിൽ സംഭരിക്കുന്നു. താൽപ്പര്യമുള്ളവർ വടക്കേവിള കൃഷിഭവനുമായി ബന്ധപ്പെടുക. കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ വാഴ ഇനങ്ങളുടെ നടീൽ വസ്തുക്കളും ടിഷ്യൂ കൾച്ചർ തൈകളും ജൈവവളങ്ങളും ജൈവ കീടനാശിനികളും ലഭ്യമാണ്. ആവശ്യക്കാർ വിളിക്കേണ്ട ഫോൺ നമ്പർ 0487 269 9087. കൊല്ലം അഞ്ചുതെങ്ങ് കൃഷിഭവനിൽ നെടിയ ഇനം WCT തെങ്ങിൻ തൈകളും കുറിയ ഇനം TNTD തെങ്ങിൻ തൈകളും വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. കൂടാതെ 1 ലക്ഷം തൊഴിൽദാന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷകർക്ക് വാഴ കൃഷിക്കുള്ള ധനസഹായത്തിനും കൃഷിഭവനുമായി ബന്ധപ്പെടണം. പിലിക്കോട് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം കേര കർഷകർക്ക് നൽകുന്ന കാർഷിക നിർദ്ദേശങ്ങൾ: 1 വർഷം വളർച്ചയെത്തിയ തെങ്ങിന് 360 ഗ്രാം യൂറിയ, 590 ഗ്രാം സിംഗിൾ ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ 540 ഗ്രാം മസൂറി ഫോസ്, 670 ഗ്രാം മ്യൂരിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ നൽകണം. ഇതിൽ 1/3 ഭാഗം കാലവർഷാരംഭത്തോടെ നൽകിയതിനാൽ ബാക്കി 1/2 ഭാഗം സെപ്റ്റംബർ-ഒക്ടോബർ മാസത്തിലും നൽകണം. 2ാം വർഷത്തിൽ 1ാം വർഷം നൽകിയ വളത്തിന്റെ ഇരട്ടിയും 3ാം വർഷം മുതൽ 1ാം വർഷത്തിന്റെ 3 ഇരട്ടി അളവിലും വളപ്രയോഗം നടത്തണം. തെങ്ങുകളിൽ ചെന്നീരൊലിപ്പ് രോഗം കാണുകയാണെങ്കിൽ കോണ്ടാഫ് 4 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി രോഗം വന്ന ഭാഗം ചെത്തി വൃത്തിയാക്കി പുരട്ടിക്കൊടുക്കുക. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 16,500 രൂപ, കോഴിക്കോട് 17,850 രൂപ, തൃശൂരിൽ 16,700 രൂപ. കൊപ്ര കൊച്ചിയിൽ 11,500 രൂപ, കോഴിക്കോട് 11,800 രൂപ.
തൃശ്ശൂരിൽ 11,160 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 72,000 രൂപ, ഗാർബിൾഡ് 75,000 രൂപ. ചുക്ക് മീഡിയം 31,000 രൂപ, ബെസ്റ്റ് 32,500 രൂപ. മഞ്ഞൾ സേലം 7,000 രൂപ, ഈറോഡിൽ 7,200 രൂപ. അടയ്ക്ക പുതിയത് 26,000-നും 27,000-നും മധ്യേ. കൊച്ചിയിൽ റബ്ബർ 5 ഗ്രേഡ് 13,100 രൂപ, 4 ഗ്രേഡ് 13,700 രൂപ. കോട്ടയത്ത് റബ്ബർ 5 ഗ്രേഡ് 13,100 രൂപ, 4 ഗ്രേഡ് 13,700 രൂപ. കമ്പോള നിലവാരം കൊച്ചി മാർക്കറ്റിൽ. വെളിച്ചെണ്ണ 16,500 രൂപ, കൊപ്ര 11,500 രൂപ. പിണ്ണാക്ക് എക്സ്പെല്ലർ 2,300 രൂപ, റോട്ടറി 3,000 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 72,000 രൂപ, ഗാർബിൾഡ് 75,000 രൂപ. ചുക്ക് മീഡിയം 31,000 രൂപ, ബെസ്റ്റ് 32,500 രൂപ. മഞ്ഞൾ നാടൻ 6,200 രൂപ. അടയ്ക്ക പുതിയത് 26,000-നും 27,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ 225-നും 275-നും മധ്യേ. തൊണ്ടില്ലാത്തത് 450-നും 480-നും മധ്യേ. ജാതിപത്രി 700-നും 850-നും മധ്യേ. ഗ്രാമ്പു 900-നും 1,010-നും മധ്യേ. റബ്ബർ RSS 5 ഗ്രേഡ് 13,100 രൂപ, 4 ഗ്രേഡ് 13,700 രൂപ. ഒട്ടുപാൽ 8,800 രൂപ, ലാറ്റക്സ് 10,000 രൂപ. കമ്പോള അവലോകനം. റെക്കോർഡ് തലത്തിൽ സഞ്ചരിക്കുന്ന നാളികേര ഉൽപ്പന്നങ്ങളുടെ വിലയിൽ കാര്യമായ മാറ്റമില്ല. തമിഴ്നാട്ടിൽ നിന്നുള്ള വെളിച്ചെണ്ണ വരവ് തുടരുകയാണെങ്കിലും വിൽപ്പന തോത് ചുരുങ്ങി. കോഴിക്കോട് എണ്ണവില 150 രൂപ ഉയർന്ന് റെക്കോർഡായ 17,850 രൂപയിലെത്തി. അതേസമയം കൊച്ചി, തൃശൂർ വിപണികളിൽ സ്റ്റഡിയായി നീങ്ങുന്നു. ഹൈറേഞ്ച് കുരുമുളക് വരവ് നാമമാത്രമെങ്കിലും വിപണിയിൽ എത്തി ചരക്ക് ശേഖരിക്കാൻ ഇടപാടുകാർ ഉത്സാഹിച്ചു. കിൻഡലിന് 75,000 രൂപയിൽ നീങ്ങുന്ന ഗാർബിൾഡ് കുരുമുളകിന്റെ അന്താരാഷ്ട്ര വില ടെന്നിന് $13,050 ആണ്. ആവണി അവിട്ടം അടുത്തതോടെ ഉത്തരേന്ത്യയിൽ ഏലക്കയ്ക്ക് ആവശ്യക്കാർ ഏറി. ഏലത്തിന്റെ ആഭ്യന്തര വിൽപ്പന ഉത്സവ ദിവസങ്ങളിൽ ഉയരുന്നത് മുൻനിർത്തി ഇടപാടുകാർ ഇന്ന് നെടുങ്കണ്ടത്ത് നടന്ന ലേലത്തിൽ മികച്ച ഇനങ്ങൾക്ക് കിലോ 1,091 രൂപ വരെ നൽകി. റബ്ബർ അവധി വ്യാപാരത്തിലെ വിൽപ്പന സമ്മർദ്ദം സ്റ്റോക്കിസ്റ്റുകളിൽ പിരിമുറുക്കം ഉളവാക്കി. വ്യവസായികൾ രംഗത്ത് നിന്ന് അകന്നെങ്കിലും റബ്ബറിന്റെ ലഭ്യത ചുരുങ്ങിയത് വിലത്തകർച്ചയെ പിടിച്ചു നിർത്തി. ഇനി കാലാവസ്ഥ. പ്രധാന നഗരങ്ങളിൽ രേഖപ്പെടുത്തിയ താപനില: കണ്ണൂർ കൂടിയ താപനില 27.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 26.6, 23.1. കൊച്ചി 29, 23. ആലപ്പുഴ 28.2, 23. പുനലൂർ 30.7, 21.6. തിരുവനന്തപുരം കൂടിയ താപനില 30.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.1 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.